ഹലോ, ഗുഡ് മോർണിംഗ്. അതേപോലെ ഇന്ന് മീനൂട്ടന് സ്കൂളുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ മീനൂട്ടൻ എൻ്റെ കൂടെ തന്നെ രാവിലെ എഴുന്നേറ്റായിരുന്നു, പഠിക്കേണ്ട കാരണം കൊണ്ട്. എന്നിട്ട് അവിടെ എഴുന്നേറ്റു, കുളിച്ചു, അവൾ വിളക്കൊക്കെ കത്തിച്ചായിരുന്നേ. അപ്പോഴത്തേക്ക് ഞാൻ രാവിലെ അവൾക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും മതിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ചപ്പാത്തിക്ക് ഞാൻ മാവെല്ലാം കുഴച്ചു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം റെഡിയാക്കി കറിക്കൊക്കെ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതെല്ലാം ബിരിയാണി വാങ്ങുന്ന പാത്രമാണ്, ഇതൊന്നും ഞാൻ കളയാറില്ല. ഞാൻ ഇങ്ങനെ ഇത് അടച്ചടച്ചെല്ലാം വെക്കാനായിട്ട് എടുക്കും. പക്ഷെ നല്ലതാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. നിങ്ങളെല്ലാം ഇങ്ങനെ ചെയ്യുമോ എന്നൊന്ന് കമൻറ്റ് ഇടണേ. എനിക്കിഷ്ടം, ഞാൻ കളയത്തില്ല. അപ്പോൾ ഞാൻ കിഴങ്ങ് ഇട്ടിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത്. മീനിടം പറഞ്ഞു, മീനിടം കിഴങ്ങ് ഇട്ടുള്ള ചിക്കൻ കറി ഇച്ചിരി ഗ്രേവി ആയിട്ട് വേണം മതിയെന്ന് പറഞ്ഞേ. അപ്പോൾ അതും റെഡിയാക്കി ഞാൻ ചായ എടുത്തു, മീനിടൊരു പാലും കൊടുത്തു. അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കി, കറിയെല്ലാം റെഡിയാക്കി. ഇനി ഇവിടെ എന്തുവാ, ബസ് വരാറുള്ള ധൃതിയായിരിക്കും. ഇവിടെ ഭയങ്കര പെരളിയായിരിക്കും, ബെഗളിയല്ല പെരളിയായിരിക്കും. അങ്ങനെ ഞാനും എളുപ്പം ചെന്ന് കുളിച്ചിട്ടൊക്കെ വന്ന് പിന്നെ മീനൂന് ടിഫിൻ ബോക്സിൽ എല്ലാം എടുത്ത് റെഡിയാക്കി, എല്ലാം ഓക്കെ ആക്കി. ഏറ്റവും വലിയൊരു ചടങ്ങാണ് ഗൈസ് ഇനി വരാൻ പോകുന്നത്. കാരണം മീനു മോൻ്റെ തലകെട്ടൽ. അതാണ് ഇവിടെ ഏറ്റവും താമസിക്കാൻ കാരണം. മീനുവിൻ്റെ തലകെട്ടല. ഇങ്ങനെ തന്നെ ഇവർക്ക് കെട്ടിക്കൊണ്ട് പോകണം, രണ്ടായിട്ട് മടക്കി കെട്ടണം. നീളമുള്ള മുടി മടക്കി തന്നെ കെട്ടണേ, ഇല്ലെങ്കിൽ നമുക്ക് ഫൈൻ കൊടുക്കേണ്ടി വരും. ഇത് കെട്ടാനാണ് ഇവിടെ താമസം. എത്ര കെട്ടിയാലും ചില സമയം അഴിഞ്ഞ് പോകും. എത്ര വർഷമായിട്ട് കെട്ടുവാണെങ്കിലും എനിക്ക് ഇപ്പോഴും അത്ര അങ്ങോട്ട് ശരിയാകത്തില്ല എന്ന് തോന്നും. പിന്നെയും ഞാൻ ഒന്നൊന്ന് അഴിക്കും, പിന്നെയും കെട്ടും. ഇത് തന്നെ പരിപാടി. എന്നിട്ട് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് വിട്ടടിച്ചങ്ങ് പോവാം വേണ്ടേ. അപ്പോൾ അവിടെ ഒരു വീട്ടിൽ അടിയിൽ പോകണ്ട, എന്ത് ഭംഗിയാണെന്നറിയാം. ഇങ്ങനെ ആ മതിലേൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ മീനോട്ടിന് വീഡിയോ എടുത്താണേ. അങ്ങനെ ഞങ്ങൾ എടുത്തു. മീനോട്ടിനെ വിട്ടിട്ട് വേണമെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകാം. അതുകൊണ്ട് ഞങ്ങൾ സ്പീഡിൽ പോയി. എന്നിട്ട് കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി വന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ ഒരു ദിവസം പോലും ഞാൻ മീനുവിനെ അവിടെ വെയിറ്റ് ചെയ്യിക്കത്തില്ല, അല്ല വണ്ടി വെയിറ്റ് ചെയ്യിക്കത്തില്ല. അതിനുമ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിരിക്കും. അങ്ങനെ മീനുവിനെയും കയറ്റി വിട്ടു. അങ്ങനെ മീനു പോയതിന് ശേഷം ഞാനും അമ്പലത്തിൽ പോയി. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. നമുക്ക് ടാറ്റാ ബൈ ബൈ, സീ യു.